പാലാ നഗരസഭയിൽ ഇന്നലെ അവിശ്വാസ പ്രമേയം പാസായി. അവിടെ UDFന്റെ ഭരണം നഷ്ടപ്പെട്ടു. ഇനി എന്ത് പാലായിൽ എന്ന ചോദ്യമാണ് പ്രസക്തമാവുന്നത്. പാലാ നഗരസഭയിൽ അവിശ്വാസം പാസായതോടെ വിമത കൗൺസിലർമാരെ കൂടെ കൂട്ടി ഭരണം പിടിക്കാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നീക്കം. കോൺഗ്രസ് വിമതയായി വിജയിച്ച മായ രാഹുലോ അതല്ലെങ്കിൽ മറ്റു 2 വനിതാ അംഗങ്ങളിൽ ആരെങ്കിലുമോ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തിയേക്കാനാണ് സാധ്യത. പുറത്തുനിന്ന് ഇവർക്ക് പിന്തുണ നൽകാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ നീക്കമുണ്ട്. അതേസമയം പാർട്ടി വിപ്പ് ലംഘിച്ച 4 കൗൺസിലർമാരെയും കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട്. എന്താണ് പാലയിലെ നീക്കം? വിമത കൗൺസിലർമാർ എന്ത് നിലപാടെടുക്കുമെന്നതും പ്രസക്തമാണ്. അവരുടെ പ്രതികരണമടക്കം ഇന്ന് പ്രധാനപ്പെട്ടതാണ്. ഇതിനിടയിൽ ഈ വിമത കൗൺസിലർമാർക്കെതിരെ നടപടിയെടുത്ത കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നടപടിയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. മുമ്പ് തങ്ങൾക്ക് കൗൺസിലിൽ നേരിട്ട വലിയ അവഗണനകൾ ഉണ്ടായപ്പോഴും പ്രതികരിക്കാതിരുന്ന കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പ്രതികരിച്ചത് ആർക്കു വേണ്ടിയെന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടാവുന്നുണ്ട്. എന്താണ് പാലയിൽ സംഭവിക്കുന്നത്? ഇന്നത്തെ നീക്കമെന്ത് പരിശോധിക്കാം. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, പാലയിൽ അവിശ്വാസം പാസ്സായതിനു ശേഷം പുതിയ ഭരണം പിടിക്കാനുള്ള നീക്കത്തിൽ കേരള കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും? പുറത്തു നിന്നുള്ള പിന്തുണ അവർ ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഈ കോൺഗ്രസ് വിമത കൗൺസിലർമാർ എന്ത് നിലപാടെടുക്കുമെന്നത് പ്രസക്തമാണല്ലോ. ഇവരുടെ നിലപാട് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണോ? കോൺഗ്രസിന്റെ അച്ചടക്ക നടപടി വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ അവരെടുക്കാൻ പോകുന്ന നീക്കം എന്താണ്? കോൺഗ്രസ് അവരുടെ തീരുമാനം പുനഃപരിശോധിക്കുമോ? തീർച്ചയായും സജിത്ത്, ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കോൺഗ്രസ് അവരെ പുറത്താക്കിയ ശേഷം ഉള്ള പ്രതികരണം അവരുടേത് എന്ത് എന്ന്. എന്നോടൊപ്പം ഈ കോൺഗ്രസിന്റെ ഈ നഗരസഭയിലെ കക്ഷി നേതാവായ ടോണി തൈപ്പറമ്പിൽ തന്നെ ചേരുന്നുണ്ട്. എന്താണ് ടോണി ഇതിലൊരു ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളെല്ലാം കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാലും മനസ്സും കൊണ്ട് കോൺഗ്രസ്സുകാരായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളിനി ഒരു അധികാരത്തിലേക്ക് വരുമ്പോൾ ഒരു കോൺഗ്രസ് മുഖമുള്ള ഒരു കോൺഗ്രസ് ചെയർപേഴ്സൺ അത് തീർച്ചയായിട്ടും ഉണ്ടാവും. പാലയുടെ ഭാവിക്കും സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു നല്ല കോൺഗ്രസ് മുഖമുള്ള ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും. അതിനെല്ലാവരുടെയും പിന്തുണ നമ്മൾ മേടിച്ച് നമ്മൾ നല്ല രീതിയിൽ തന്നെ പൊതുജനങ്ങളുടെ മുമ്പിൽ തന്നെ നല്ല സ്വീകാര്യതയായിട്ടുള്ള ഒരാൾ ചെയർപേഴ്സൺ ആവും. മായ രാഹുൽ വിമതയായിട്ടാണ് ജയിച്ചത്. അതിനെ നിങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് ആയിട്ട് കരുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എൻ്റെ പ്രിയ നേതാവ് ശ്രീ നാട്ടകം സുരേഷ് സാറ് ആണല്ലോ ഒരു അദ്ദേഹത്തിൻ്റെ മായ രാഹുലിനെയും ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ കൊടുത്തേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ കോൺഗ്രസിൻ്റെ പൂർണ്ണമായ ഭാഗമാകില്ലെങ്കിലും അവർ കോൺഗ്രസ് പിന്തുണയുള്ള ഒരാളാണ്. ഈ 3 വനിതകളിൽ ഒരാളായിരിക്കും എന്തായാലും. തീർച്ചയായിട്ടും 3 വനിതകളിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ മുഖം സംരക്ഷിക്കുന്ന ഒരാളായിരിക്കും ഇവിടുത്തെ ചെയർപേഴ്സൺ. സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് എം പിന്തുണയ്ക്കും. ഇന്നലെ തന്നെ അവർ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു, ആ പിന്തുണ സ്വീകരിക്കുകയാണ് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ആര് പിന്തുണ നൽകിയാലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ നാടിന് ജനങ്ങൾക്ക് വികസനം ഉണ്ടാകണം. ഈ വികസനം 6 മാസമായിട്ട് ഇവിടെ ഒരു കല്ലിൽ കൊത്തുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയില്ലാത്തത് വളരെ പരാജയപ്പെട്ട ഒരു ചെയർപേഴ്സണായിപ്പോയി. ആ ചെയർപേഴ്സണെതിരെയാണ് ഞങ്ങൾ അവിശ്വാസം പാസ്സാക്കിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഈ വികസനങ്ങൾ, താഴ്ത്തട്ടിലുള്ള വികസനങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ വഴിവിളക്കുകൾ അല്ലെങ്കിൽ പുല്ല് വെട്ടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളെല്ലാം തീർത്തുകൊണ്ട് ഇവിടെ വനിതകൾക്കൊരു മൂത്രപ്പുര അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികമായ ഞെരുക്കത്തിലുള്ള നഗരസഭയാണ്. ഇതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് നല്ലൊരു വികസനം കാഴ്ചവെക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്. കോൺഗ്രസിന്റെ മുഖം എന്ന് നിങ്ങൾ പറയുമ്പോൾ പക്ഷേ നിങ്ങളിപ്പോൾ കോൺഗ്രസ് അല്ല, അതാണ് യാഥാർത്ഥ്യം. എൻ്റെ ഹൃദയത്തിലെയോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ അടിമുടി കോൺഗ്രസ്സുകാരെന്നുള്ളത് മാറ്റാൻ ആർക്കും പറ്റുമോ? അത് പറ്റത്തില്ല. എൻ്റെ ഹൃദയത്തിലും ഞാൻ പ്രവർത്തിച്ച രാഷ്ട്രീയ പാരമ്പര്യം തന്നെ കോൺഗ്രസ്സാണ്. അപ്പോൾ ആ കോൺഗ്രസ് പാരമ്പര്യം ആർക്കുമില്ല. എൻ്റെ നേതാക്കന്മാർ ശാസിക്കാനും അവർക്ക് ഞങ്ങൾക്കെതിരെ പറയാനുള്ള സസ്പെൻഷൻ തരാനും ഒക്കെ അവർക്ക് അധികാരമുണ്ട്. അവരെയൊക്കെ ഏറെ ബഹുമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ അയോഗ്യത നടപടി വന്നാൽ എന്ത് ചെയ്യും? എനിക്ക് അത് പിന്നീടുള്ള കാര്യങ്ങളാണല്ലോ. ഇപ്പം നമ്മളത് പറയേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ നേതാക്കന്മാർ, അതായത് DCC ലെവലിലും KPC ലെവലിലുള്ള നേതാക്കന്മാർ അറിയിക്കട്ടെ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളും പോയാൽ പോരെ. അവർ പരസ്യം പറഞ്ഞു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന നാട്ടാ സുരേഷ് പറയട്ടെ, പറഞ്ഞത് പ്രാവർത്തികമാകട്ടെ. പ്രാവർത്തികമാകുമ്പോൾ നമുക്ക് ആദ്യം വെച്ച് ആലോചിക്കാം. ഒരിക്കലും കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളുന്ന ഒരു DC പ്രസിഡന്റാണ് നമ്മുടെ DC പ്രസിഡന്റ്. അദ്ദേഹം ഞങ്ങളുടെ വിഷമങ്ങൾ അറിയാം, ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ അറിയാം, ഈ പാലായിലെ കോൺഗ്രസ്സുകാരുടെ വികാരം അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടതാണ്. പക്ഷെ എങ്കിലും ഒരു പ്രതീക്ഷ അല്ലേ, നിൽക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. പിന്നെ എല്ലാ പുള്ളിയുടെ ശാസനയും ഞാൻ പറഞ്ഞില്ല, സസ്പെൻഷനും ഒക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഈ കേരള കോൺഗ്രസ് എമ്മുമായിട്ട് ചേരുന്നതിനെ കുറെ പേര് വിമർശിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന്റെ തന്നെ 2 കൗൺസിലർമാർ നിങ്ങളുടെ കൂട്ടത്തിലില്ല, അതൊക്കെ ഒരു പ്രശ്നമല്ലേ?
കോൺഗ്രസിലെ ഒരു കൗൺസിലർ പുള്ളിക്കാരി മെറ്റേണിറ്റി ലീവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോൾ ബെഡ് റെസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് അങ്ങനെ വരാൻ പറ്റില്ല. ഒന്ന് പിന്നെയുള്ള ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ എന്തുകൊണ്ട് മാറി എന്നറിയത്തില്ല. പക്ഷേ ഞങ്ങൾ കൂടുതലും ഒരു കോൺഗ്രസിൻ്റെ തത്വത്തിൽ നിന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളല്ലേ സ്വാഭാവികമായി കോൺഗ്രസ്. അപ്പം ഈ സ്വതന്ത്ര മുന്നണി ഈ അടുത്ത കാലത്താണ് UDF വന്നത്. അപ്പം UDF വന്നപ്പം അവർക്ക് ഒരുപാട് എന്നാ പറയുക പല പാർട്ടികളിൽ നിന്നുള്ള പരിചയം ഉണ്ടായതുകൊണ്ട് അവരിവിടെ വന്നതുകൊണ്ട് കോൺഗ്രസ് UDFന്റെ അട്ടിപ്പേരാവകാശം ഒന്നും അവരെ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അവരാണ് UDF എന്നാണ് അവർ പറയുന്നത്. അവരെങ്ങനെ UDF ആകുന്നത്? ഇവിടെ UDF മുന്നണിയായിട്ട് മത്സരിച്ച ഞങ്ങളാണ്. അന്ന് അവര് സ്വതന്ത്ര മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. നിങ്ങളിപ്പോൾ പാർട്ടി പുറത്താക്കി, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി UDF എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ UDF ആണെന്ന് ഞങ്ങൾ മനസ്സിലുണ്ടല്ലോ. UDF ആ UDF ആണ് ഞങ്ങൾ. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ജയിച്ചവരാണ് ഞങ്ങൾ. ഈ 5 കൊല്ലം നിങ്ങൾ ഭരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയില്. ഞാൻ പറഞ്ഞല്ലോ ഇത് ലോങ് ജേർണി ആയിട്ടുള്ള ഒരു 5 വർഷം തുടർച്ചയായിട്ട് ഭരിക്കുകയും ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും അതിന് മുന്നോട്ട് പോകും. അത് പൊതുജനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾ നല്ലൊരു വികസനം ഉണ്ടാക്കും. അതാണ് കൃത്യമായ അവരുടെ ഒരു നിലപാട് സജിത്ത്. അതായത് വ്യക്തമാണ് കാര്യങ്ങൾ. ടോണി തൈപ്പറമ്പിൽ ഇന്നലെ വിമതനായി വന്നു, ഫലത്തിൽ പാർട്ടി പുറത്താക്കി. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവർ ഈ പാർട്ടിക്കാർ തന്നെയാണ്, ഞങ്ങൾ ഇപ്പോഴും പാർട്ടിയുടെ മുഖമാണ്, കോൺഗ്രസ് ആണ് മനസ്സിൽ, ഞങ്ങൾക്കെതിരെ അയോഗ്യതയൊന്നും ഉണ്ടാകില്ല എന്ന പ്രതീക്ഷ കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. സജിത്ത്, ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. യെസ്, അതാണ് പാലയിലെ സാഹചര്യം. എന്തായാലും പാലയിൽ എന്ത് സംഭവിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ഈ വിഷയത്തിൽ എന്ത് നീക്കമുണ്ടാകുമെന്നത് കൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.